നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ ഒഴുവത്തറ 45 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുമരാമത്തിന്റെ മേൽനോട്ടത്തിൽ 1.46 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എച്ച് സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിനായി യുവാക്കളുടെ ഡിജിറ്റൽ പാതകൾക്ക് പുരോഗമനമുണ്ടാവണം എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ ചടങ്ങ് വേറിട്ട ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ സമുചിതമായി ആചരിച്ചത്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് FSETO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടത്തിയ ധർണ KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ നൂതനവും ക്രിയാത്മകവുമായ കഴിവ് പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തവനൂർ കോളേജിലെ അഗ്രികൾച്ചർ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ ജിപ്പു ജേക്കബ് സെമിനാർ നയിച്ചു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ ഒഴുവത്തറ 45 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുമരാമത്തിന്റെ മേൽനോട്ടത്തിൽ 1.46 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ 1.46 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ ഒഴുവത്തറ 45 റോഡിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. 700 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കുന്ന റോഡിന് ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തി, പൈപ്പ് കൾവേർട്ടറുകൾ, റോഡ് സുരക്ഷാ ഉപകരണങ്ങളും ഉണ്ടാകും. അമ്പലപ്പുഴ മണ്ഡലത്തിലെ പഞ്ചായത്ത് പരിധിയിൽ 21 റോഡുകൾക്കും 10 പാർശ്വ റോഡുകൾക്കുമായി 25 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. എച്ച് സലാം MLA റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലമായ വെള്ളത്തിൽ ആകെ ഒരു പ്രയാസമായി നിന്ന് പോകുന്ന റോഡാണ്. അപ്പൊ അതിനൊരു യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇവിടെ ജീവിക്കുന്ന സാധാരണ തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവരാണ്, വളരെ സാധാരണപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ഒരു യാത്രാ വഴി മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്റെ കൂടി ഉത്തരവാദിത്വമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചുമതലാബോധം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഫണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടാണ്. ഇവിടെ പറഞ്ഞ പോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇന്നത്തെ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടാണ്. അതിൽ നിന്നാണ് 25 കോടിയിൽ നിന്നാണ് നമ്മൾ ഓരോ ഈ മൊത്തം 21 റോഡാണ് പ്രധാന റോഡുകൾ. അതിന്റെ ബ്രാഞ്ച് റോഡുകളുണ്ട്. ആ ചെറിയ ഉദ്ഘാടന സമ്മേളനത്തിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ K സിയാദ്, S ശ്രീലേഖ, അപർണ സുരേഷ്, അംഗം C ശ്രീകുമാർ, CPIM അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G ഷിബു, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ സംബന്ധിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോറം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് M ശ്രീകുമാരൻ തമ്പി യോഗത്തിൽ അധ്യക്ഷനായി. സംരക്ഷിക്കുക, കുഞ്ഞുങ്ങളോടുള്ള ആ വാത്സല്യം എന്ന് പറയുന്നത് പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ പ്രായം ചെന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ
അയാളുടെ ദുഃഖം ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളതിൽ ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വാർദ്ധക്യമെന്ന് എന്താ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്? ജനന മരണങ്ങൾക്കിടയിലുള്ള ആ ജീവിതയാത്രയുടെ അവസാനത്തെ ഘട്ടം, അതല്ലേ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ശേഷം നമ്മൾ തളരുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അതാ വാർദ്ധക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടമാണ്. ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടമായതുകൊണ്ട് ഈ പ്രായം ചെന്ന ആളിനെ സംരക്ഷിക്കുവാൻ, അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ആർക്കും യാതൊരു വിധമായിട്ടുള്ള ഉത്കണ്ഠയുമില്ല. സംഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ എം ശ്രീകുമാരൻ തമ്പിയും വയോജനക്ഷേമം ഒരു സാമൂഹ്യ ബാധ്യത എന്ന വിഷയത്തിൽ പ്രൊഫസർ എൻ ഗോപിനാഥൻ പിള്ളയും സംഘടനാ വിഷയത്തിൽ ഫോറം ജില്ലാ സെക്രട്ടറി പി ആർ പുരുഷോത്തമൻ പിള്ളയും ക്ലാസ് നയിച്ചു. തുടർന്ന് 2007 മാതൃപിത വയോജന സംരക്ഷണ നിയമത്തെ അധികരിച്ച് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയും ക്ലാസ് നയിച്ചു. ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം നാജ സ്വാഗതവും പി നടരാജൻ നന്ദിയും പറഞ്ഞു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എച്ച് സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫോക്കസ് അമ്പലപ്പുഴയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്തെ ഭക്ഷണത്തിന്റെ രീതി നോക്കിയാൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ ഒരു കാര്യം നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്ന കാര്യം പലപ്പോഴും ആയുർവേദ ചികിത്സയുടെ ഭാഗമായി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം നമ്മുടെ നിഷ്കർഷിക്കപ്പെട്ട ഭക്ഷണമാണ്. ആ ലഭിക്കുന്ന ഭക്ഷണം നമ്മൾ രോഗമുള്ള ആശുപത്രിയിൽ പോകാതെ തന്നെ പണ്ട് കാലത്ത് നമ്മളെല്ലാം വീട്ടിൽ കൃത്യമായി പാചകം ചെയ്ത് നമ്മൾ തന്നെ കഴിച്ചു പോകുന്ന പലതും ഭക്ഷണക്രമമായിട്ട് കാണാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ കുടിക്കുന്ന വെള്ളം മുൻപെല്ലാം പലവിധമായ ഇലകൾ അതിലിട്ട് തിളപ്പിച്ച് അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. ഫോക്കസ് ചെയർമാൻ C രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോയ് ബി ഉണ്ണിത്താൻ, ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ G ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വേണുലാൽ, പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ, ഫോക്കസ് വൈസ് ചെയർമാൻ PS ദേവരാജ്, ചീഫ് കോർഡിനേറ്റർ M സോമൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്കസ് ജനറൽ സെക്രട്ടറി V രംഗൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വികസനത്തിനായി യുവാക്കളുടെ ഡിജിറ്റൽ പാതകൾക്ക് പുരോഗമനം ഉണ്ടാവണം എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ ചടങ്ങ് വേറിട്ട ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ സമുചിതമായി ആചരിച്ചത്. വികസനത്തിനായി യുവാക്കളുടെ ഡിജിറ്റൽ പാതകൾക്ക് പുരോഗമനം ഉണ്ടാവണം എന്ന സന്ദേശമുയർത്തി അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണ പരിപാടിയുടെ ഭാഗമായി വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും വിജയ് പാർക്കിന് സമീപം വരെ വാക്കത്തോണും തുടർന്ന് ബീച്ച് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, ഡോക്ടർ മനീഷ് നായർ, നഴ്സിംഗ് സൂപ്രണ്ട് ബീന, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആശുപത്രി ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് FSETO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടത്തിയ ധർണ KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് FSETO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടത്തിയ ധർണ KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിടുന്ന ഒരു പ്രശ്നവും അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക വിഷയവും അഭിസംബോധന ചെയ്യുവാൻ ഈ ബഡ്ജറ്റിന് കഴിയത്തില്ല. അതാണ് ഏറ്റവും വലിയ വിമർശനം. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 7ാം ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന്റെ ഫലവുമായി താരതമ്യം ചെയ്ത് BJP ചില തെറ്റുതിരുത്തലുകൾ നടത്തുമെന്ന്
ഈ നാട്, ഈ ജനത ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തീർത്തും വിഭിന്നമായി തങ്ങൾ ഉയർത്തുന്ന സമീപനം, തങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് അവതരണമാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയത്. രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാത്ത ബഡ്ജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. FSCTO ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു, ജില്ലാ സെക്രട്ടറി C. സിലീഷ്, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി M. സതീഷ്, PD ജോഷി തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ നൂതനവും ക്രിയാത്മകവുമായ കഴിവ് പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തവനൂർ കോളേജിലെ അഗ്രികൾച്ചർ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ ജിപ്പു ജേക്കബ് സെമിനാർ നയിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ നൂതനവും ക്രിയാത്മകവുമായ കഴിവ് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തവനൂർ കോളേജിലെ അഗ്രികൾച്ചർ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ ജിപ്പു ജേക്കബ് സെമിനാർ നയിച്ചു. സൃഷ്ടിപരമായ ചിന്തകളെ പ്രോജക്റ്റ് ആശയങ്ങളാക്കി മാറ്റുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയും അതുവഴി വിദ്യാർത്ഥികൾക്ക് പുത്തൻ ആശയങ്ങൾ കണ്ടെത്താനും അത് വികസിപ്പിച്ച് യഥാർത്ഥ പ്രോജക്റ്റുകളാക്കി മാറ്റാൻ ഉതകുന്ന തരത്തിലാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ചർച്ച, സംശയ നിവാരണം എന്നിവയും സെമിനാറിന്റെ ഭാഗമായി നടത്തി. കോളേജ് സെക്രട്ടറി ജോസ് തോമസ്, പ്രിൻസിപ്പൽ ഡോക്ടർ V. അജിത് പ്രഭു, ഡീൻ റിസർച്ച് ഡോക്ടർ റെനീഷ് എന്നിവർ സംസാരിച്ചു. കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 100-ലധികം വിദ്യാർത്ഥികൾ സെമിനാറിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലെ ഒഴുവത്തറ 45 റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുമരാമത്തിൻ്റെ മേൽനോട്ടത്തിൽ 1.46 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയത്തെ അധികരിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ N. ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് അമ്പലപ്പുഴയുടെയും ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. H. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിനായി യുവാക്കളുടെ ഡിജിറ്റൽ പാതകൾക്ക് പുരോഗമനമുണ്ടാവണം എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ ചടങ്ങ് വേറിട്ട ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ സമുചിതമായി ആചരിച്ചത്. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് FSETO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന് സമീപം നടത്തിയ ധർണ KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ നൂതനവും ക്രിയാത്മകവുമായ കഴിവ് പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തവനൂർ കോളേജിലെ അഗ്രികൾച്ചർ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ ജിപ്പു ജേക്കബ് സെമിനാർ നയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.